ഒരു കുഞ്ഞു വ്ളോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വാഗമണ് പോകുന്ന വഴിക്കുള്ള നമ്മുടെ സ്ഥിരം ബേഡിങ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് വളരെ ചെറിയൊരു സംഭവമായിരിക്കും. എനിക്ക് ജസ്റ്റ് നമ്മൾ ആ കഴിഞ്ഞ GBBCയിൽ നമുക്കിവിടെ നിന്ന് കിട്ടിയ ആ ഒരു നൈജാർ ഏതാണെന്ന് അറിയാൻ വേണ്ടി അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അന്ന് നമ്മുടെ GBBC കഴിഞ്ഞപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ശരിക്കും GBBC രണ്ടാമത്തെ ദിവസമാണ് ഞാനിവിടെ വന്ന് ബേഡിങ് ചെയ്തത്. 4 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ അടുത്ത 2 ദിവസങ്ങളിൽ വേറെ സ്ഥലത്തായതുകൊണ്ട് ഇവിടെ ഒന്നും നോക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞത് വന്നിങ്ങ് ഇരിക്കുകയാണ്. രാവിലെ തന്നെ നമുക്ക് അധികം സംസാരിക്കാനോ അധികം പക്ഷികളെ കാണാനോ ഒക്കെയുള്ള വ്ളോഗല്ല. ജസ്റ്റ് ഞാൻ ആ ഒരു സ്പോട്ടിൽ പോയി അതിനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ, അതിനുവേണ്ടി മാത്രം വന്നതാണ്. വ്ളോഗ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഞാനിന്ന് പയ്യെ അതിൻ്റെ അടുത്തേക്ക് അതിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പയ്യെ അപ്രോച്ച് ചെയ്യാൻ പോവാണ്. അപ്രോച്ച് ചെയ്യും തോറും ആ പാറക്കെട്ടുകൾ അല്ലെങ്കിൽ ആ പാറയുടെ ആ ഒരു ടെക്സ്ചർ ഞാൻ നല്ലപോലെ നിരീക്ഷിക്കും. പാറയോട് ചേർന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് അറിയത്തില്ല അത് സവാന നൈജാറാണോ അതോ ഇന്ത്യൻ നൈജാറാണോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. സവാന എന്ന് പറഞ്ഞാൽ ചുയിരാച്ചുക്ക്, അതൊരു ദേശാടന പക്ഷിയാണ്. ഇന്ത്യൻ നൈജാർ നാട്ടുരാച്ചുക്കാണ്, അത് സ്ഥിരമുള്ളൊരു പക്ഷിയാണ്. നമ്മുടെ മാക്കാച്ചിക്കാടുടെയൊക്കെ റിലേറ്റീവ്സാണ് ഈ നൈജാറുകൾ. ഇനി അധികം സംസാരിക്കുന്നില്ല, പയ്യെ ആദ്യമേ ചെന്ന് നോക്കട്ടെ. കഴിഞ്ഞ ദിവസം അതിനെ കണ്ട അതേ സമയത്താണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. നോക്കാം. നടക്കുന്ന വഴിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പക്ഷികളെ കാണും. ഫോട്ടോ എടുത്ത് നിൽക്കരുത് എന്ന് ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു നൈജാർ തന്നെയാണ്. ഞാൻ നടക്കുകയാണെങ്കിൽ ഓടുന്ന പോലെയാണ് കേട്ടോ. എന്നാൽ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ പയ്യെ പതുങ്ങും. നോക്കാം. എൻ്റെ ഒരു അറിവ് വെച്ച പുള്ളിക്കാരൻ ആ ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കണം ഈ ഒരു സീസണിൽ മൊത്തം ഇരിക്കുക. അങ്ങനെ ആവേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ വന്ന് നോക്കുന്നത്. ഇല്ലെങ്കിൽ അടുത്തുള്ള പാറകളിലും കൂടി നോക്കാം. റെഡ് ബിസ്ക്കറ്റ് ബുൾബിളാണ് കരഞ്ഞത്. ഇനിയിപ്പോൾ അതിനെ കാണിച്ചു തരാനുള്ളൊരു സാഹചര്യമില്ല. ഇത് അങ്ങ് ദൂരെ ഇതേ നിൽക്കുന്ന ആ ഒരു മര അല്ലെങ്കിൽ ആ ഒരു പാറയൊക്കെ ഉണ്ടല്ല, മരമൊക്കെ ഉള്ള പാറ, അവിടെയാണ് ഈ സാധനം ഇരുന്നത്. നമുക്കവിടെയാണ് അതിനെ നോക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ അതിനെ കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. അത് ചാണകമാണ് കേട്ടോ. ഇത് അവിടെ ഇരിപ്പുണ്ട് മക്കളെ. എൻ്റെ തോന്നൽ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പരിപാടി വിജയിച്ചിരിക്കുന്നു. അവിടെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ കുറച്ച് പുറകിലായിട്ട് അവൻ ഇരിപ്പുണ്ട്. ഇന്ത്യൻ നൈജാറാണ്, നാട്ടുരാച്ചുക്ക്. ഞാൻ അന്ന് GBBC വീഡിയോയിൽ പറഞ്ഞത് അത് സവന നൈജാറാണ് എന്നാണ്, അഥവാ സാവന നൈജാർ അങ്ങനെയാണ് അതിന് പ്രൊനൗൺസിയേഷൻ എനിക്ക് തോന്നുന്നു. ചുയിരാച്ചുക്ക് എന്നാണ് സവാനയുടെ പേര്. അത് ഒരു ദേശാടന പക്ഷിയാണ്. ഈ നാട്ടുരാച്ചുക്ക് പേര് പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു രാച്ചുക്കാണ്. ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ഈ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടില്ല പക്ഷികളെ കിട്ടുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ ഒരു സ്ഥലത്ത് തന്നെ എൻ്റെ ഒരുപാട് വ്ളോഗുകളുണ്ട്. പക്ഷേ ഓരോ സമയത്തും കിട്ടുന്ന കിടിലൻ സംഭവങ്ങളെ പോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഈ നാട്ടുരാച്ചക്കും. എനിക്കിത് ലൈഫറാണ്. പ്രത്യേകിച്ചും ഒരാൾ കാണിച്ചു തന്നിട്ട് ദാ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് കാണുന്നതിനേക്കാളും നമ്മൾ സ്വയം എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ അതിന് വേറൊരു രസമില്ലേ. ശരിക്കും ഒരാൾ കാണിച്ചു തരുമ്പോൾ അത് അയാളുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അയാളുടെ ഇവിടെ അങ്ങനെ ഒരു പക്ഷി കാണാൻ സാധ്യതയുണ്ട്, ഈ ഒരു ഹാബിറ്റാറ്റ് അതിന് പറ്റിയതാണ് എന്നൊക്കെയുള്ള അയാളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, മോശം പറയുകയല്ല. പക്ഷേ നമ്മൾ സ്വയം എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവത്തിനെ കണ്ടുപിടിക്കുമ്പം അത് വേറൊരു ഫീലിംഗ് തന്നെയാണ്. എനിക്ക് GBBCയുടെ ദിവസം വന്ന് ഇതിനെ പെട്ടെന്ന് കണ്ടിട്ട്, അന്നറിയാമല്ലോ GBBC നല്ല ഓട്ടമുള്ള സമയമാണ്. നമുക്ക് മാക്സിമം സ്ഥലങ്ങളിൽ ഓടി എത്തി കൂടുതൽ പക്ഷികളെ കണ്ടുപിടിക്കേണ്ട സമയമാണ്. പക്ഷേ
അന്ന് എനിക്ക് ഇതിൻ്റെ പുറകെ പോകാനുള്ളൊരു നേരം ഉണ്ടായില്ല. അന്ന് ഞാൻ അറിയാതെ ഇവിടെ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തൊരു പിപ്പിറ്റ് വന്നിരുന്നപ്പോൾ, പാഡി ഫീൽഡ് പിപ്പിറ്റ് വന്നിരുന്നപ്പോൾ അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാൽച്ചോട്ടിൽ നിന്ന് പറന്നു പോയതാണിവൻ. അങ്ങനെ കാൽച്ചോട്ടിൽ നിന്ന് പറന്നു പോയെങ്കിലും തൊട്ടപ്പുറത്തൊരു പാറയുടെ മുകളിൽ തന്നെ പുള്ളി പോയിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും ഇത് അവിടെ നിന്ന് ഒരു ശിക്ര, അതായത് പ്രാപ്പിഡിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എറിയൻ എന്നൊക്കെ പറയുന്ന പക്ഷി, അതിനെ പിടിക്കാൻ വേണ്ടി പറന്നു വന്ന് അവന്മാരിങ്ങ് പറന്നു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അത് GBVC വീഡിയോയിലുണ്ട്. തീർച്ചയായിട്ടും GBVC വീഡിയോസ് കണ്ടു നോക്കുക, മറ്റ് വ്ളോഗുകളും കണ്ടു നോക്കുക കേട്ടോ ഈ സ്ഥലത്തുള്ളതും. അപ്പോൾ അങ്ങനെ പ്രാപ്പിഡിയൻ പിടിക്കാൻ അല്ലെങ്കിൽ എറിയൻ അതിനെ പിടിക്കാൻ വേണ്ടി പറന്നപ്പോൾ അവൻ ആ പുറകിൽ കാണുന്ന കാടില്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് എവിടേക്കോ പോയി. എനിക്ക് പിന്നെ അതിൻ്റെ പുറകെ പോകാനുള്ള സമയം ഉണ്ടായില്ല. ഞാനത് സവന നൈജർ ആണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ തന്നെ റിപ്പോർട്ടും ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പക്ഷിയെ കണ്ടു എന്നെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ തോന്നണം, അല്ലാതെ ഒരു എന്താ പറയുക, ഒരു ഗസ് അടിച്ച് ഓക്കെ അതെൻ്റെ ലൈഫറായി, എനിക്കത് ലൈഫർ കിട്ടി എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സാവനെ അല്ല എന്നൊരു തോന്നൽ എനിക്ക് ആ ഫ്ലൈറ്റിൽ ഞാൻ എടുത്ത ഫോട്ടോസ്, അതായത് പറന്നു പോകുമ്പോൾ എടുത്ത ഫോട്ടോസിൽ നിന്ന് എനിക്ക് സാവനയാണോ ഇന്ത്യൻ ആണോ എന്നൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ഒരു ലിസ്റ്റിൽ നിന്ന് അത് മാറ്റി. അതുകൊണ്ടാണ് ഞാൻ സമയം കിട്ടിയപ്പോൾ രാവിലെ തന്നെ അതേ സമയത്ത് അതിനെ കണ്ട അതേ സമയത്ത് അതവിടെ വന്നപ്പോൾ തന്നെ ആ ഒരു ലൊക്കേഷൻ വൈസ് ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ പാറപ്പുറത്ത് തന്നെ ഇവൻ ഇരിപ്പുണ്ട്. ഒരു നല്ല എന്താ പറയുക, വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. രോമാഞ്ചം തോന്നുന്നുണ്ട്. അന്ന് GBVCക്ക് എനിക്ക് പുല്ലുപ്പനെ കിട്ടിയിരുന്നില്ല, പക്ഷേ പുള്ളിക്കാരനപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അതിൽ പറന്നു. ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. എനിക്കറിയത്തില്ലല്ലോ ഈ പക്ഷി ഈ സമയത്ത് കാണും എന്നുള്ളതറിയാം, പക്ഷേ സമയം വൈകിക്കൊണ്ടിരിക്കും തോറും അത് ചിലപ്പോൾ മാറിപ്പോവോ അതോ വെയിൽ കൊണ്ടിട്ടത് തണലുള്ള ഭാഗത്തേക്ക് പോവോ ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ വന്നത് രാവിലെ. ഐ എം സാറ്റിസ്ഫൈഡ്. ക്യാമറയ്ക്കല്ല ഉമ്മ, ഈ സ്ഥലത്തിനാണ് ഞാൻ ഉമ്മ കൊടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ തിരിച്ചു വെച്ചിട്ട് കാണിക്കാം. 2022 ഞാൻ ഈ സ്ഥലം ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരു ദിവസം രാവിലെ, ഒരു ഫെബ്രുവരി 2-ാം തീയതി രാവിലെ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരുന്നു. അന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് അങ്ങനെ നേച്ചർ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ എക്സ്പ്ലോർ ചെയ്ത് പോയി കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു പരിമിതി ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ലിമിറ്റ് ഞാൻ എവിടെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലിമിറ്റൊക്കെ ഞാൻ ഈ കാണുന്ന ഭാഗത്താണ്. ആ ലിമിറ്റുകളെല്ലാം തരിപ്പണമാക്കി ഞാനന്ന് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അത് വേറൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഈ സ്ഥലത്തേക്ക് വീണ്ടും വരാൻ തുടങ്ങി. ഞാൻ ഈ പാറയിലൊക്കെ വന്നിരുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഈ സ്ഥലത്ത് വന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ ചാനലിൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. സമയം ഇപ്പോൾ 8:29 അല്ലെങ്കിൽ 8:30 എന്ന് പറയാം, ആ ഒരു സമയമാണ് കേട്ടോ. നല്ല പ്രഭാത കിരണങ്ങൾ ചൂട് പിടിച്ച് പയ്യെ വരുന്നുണ്ട്. ഞാൻ അധികം ബേഡിങ്ങിന് നിൽക്കുന്നില്ല, കാരണം GBVC കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കൂടി ഒന്ന് ബേഡിങ്ങൊന്നും അങ്ങനെ വെയിലും കൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു. അത് കൊണ്ട് നമുക്ക് പോയേക്കാം. നമുക്ക് ഈ തിരിച്ചിറങ്ങുന്ന വഴിക്ക് എന്തെങ്കിലും പക്ഷികളെ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ചും കൂടെ ഇവൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ എല്ലാ ആംഗിളിലും നടന്ന് വീഡിയോ എടുത്തു. പക്ഷേ ഒരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, അതിന് ഡിസ്റ്റർബൻസ് ആവാത്ത ഒരു ഡിസ്റ്റൻസിൽ നടന്നിട്ട് വേണം എടുക്കാൻ. അല്ലാതെ നമ്മൾ ആവേശം കൊണ്ട് അടുത്തടുത്തേക്ക് ചാടി ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല പക്ഷി എത്രത്തോളം അപ്രോച്ചബിൾ ആണെന്നുള്ളത്. പിന്നെയും പറന്നു പോകും. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഇപ്പം ഒരു ആവശ്യത്തിനുള്ള ഒരു ഫോട്ടോസ് എടുത്തു കഴിയുമ്പം ഇതിൻ്റെ കൂടുതൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അപ്രോച്ച് ചെയ്ത് ഇവനെ പറത്താൻ ശ്രമിക്കുന്നില്ല. അവൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കട്ടെ എല്ലാ ദിവസവും. അവൻ അവിടെ ഒരു ത്രെറ്റനിങ് ഫീൽ ഉണ്ടാവണ്ട ഈ ഒരു സ്ഥലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു അവനിരിക്കുന്ന ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, ചിലപ്പോൾ ആ പാറയിലൊരു ഇത് കാണുമായിരിക്കും അതിന് സുഖമായിട്ട് ഇരിക്കാനുള്ളത്. അതുകൊണ്ടായിരിക്കും അവിടെ തന്നെ ഇരിക്കുന്നത്. കുറേ കത്തി അടിക്കുന്നുണ്ടെന്നറിയാം, പക്ഷേ ദിസ് ഈസ് പാർട്ട് ഓഫ് എ ബേഡിങ്. ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് പങ്കുവെക്കൽ കൂടിയാണ് ബേഡിങ്. പക്ഷികളെ കാണാൻ മാത്രം വരുന്നവർക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവാം, സ്കിപ്പടിച്ച് പോയിട്ടുണ്ടാവാം. സാറില്ല, എൻജോയിങ് ദിസ് മൊമെൻറ്റ്. താഴെ നിന്ന് കാട്ടുകോഴി കരയുന്നുണ്ട്, സിമെൻ്റൽ വാവളറി കരയുന്നുണ്ട്, പല പക്ഷികൾ വേറെയും കരയുന്നുണ്ട്. രസമാണ്. ഞാൻ കുറച്ചുകൂടെ ഫോട്ടോസ് എടുത്തിട്ട് ഇറങ്ങുവാണേ.
രാച്ചുക്കതേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് പയ്യെ നടക്കാം. ഞാനതിനെ ഒരു 15 മിനിറ്റും കൂടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ നിന്നു. സകല ആംഗിളിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. അതിൻ്റെ അടിയിൽ നിന്ന് മാത്രമേ എടുക്കാത്തേ ഉള്ളൂ. അടിയിൽ നിന്ന് എടുക്കണമെന്ന് എനിക്കിപ്പോൾ ആഗ്രഹമില്ല. വളരെ പീസ്ഫുള്ളായിട്ട് അതിരുന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. അത് മാത്രമല്ല അതിനൊരു കോൺഫിഡൻസും ഉണ്ട്, ആരും അതിനെ കണ്ടുപിടിക്കില്ല എന്നുള്ളത്. ആ കോൺഫിഡൻസ് അങ്ങനെ നിൽക്കട്ടെ. അതാണ് അവരുടെ ഒരു രക്ഷ എന്ന് പറയുന്നത്. ക്യാമോഫ്ലാഷ് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, അതായത് GBVC വീഡിയോയിൽ അറിയാതെയാണെങ്കിലും ഞാൻ അതിൻ്റെ അന്തകനായി മാറിയാനെ. അടുത്തടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഷിക്ര അതിനെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്കിങ്ങനെ മൊമെൻറ്റ് കിട്ടില്ലായിരുന്നു. അതിലെനിക്ക് ചെറിയൊരു വിഷമമുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കാത്ത സന്തോഷമുണ്ട്. നടക്കാം. ഇനി 8:45. ഇനിയപ്പോൾ അധികം കാഴ്ചകളൊന്നും കാണാനില്ല ഈ ഒരു വ്ളോഗിൽ. വളരെ ചെറിയൊരു വ്ളോഗോസ്കി ആയിരുന്നു, ഒരു ക്ലൂക്ലോസ് പൊടി ടൈപ്പ് ഓഫ് വ്ളോഗോസ്കി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്ലൂക്ലോസ് പൊടി. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ഈ ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ശ്വാസം വിട്ടു പറയട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ.